വീണ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് ഹരിയെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ വീണയ്ക്ക് പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ വീണയുടെ അക്കൗണ്ടിൽ ഞാനിപ്പോൾ പറഞ്ഞ പണം വന്നിരിക്കും. വീണയ്ക്ക് ഏത് രീതിയിലും മുന്നോട്ട് പോകാനും എൻ്റെ സഹായവും ഉണ്ടായിരിക്കും. അയ്യോ അച്ഛാ, ഓടി വരണേ. വയറുവേദനിക്കുന്ന അച്ഛാ. അച്ഛാ, അയ്യോ ഓടി വരണേ. അയ്യോ അച്ഛാ, ഓടി വരണേ. അയ്യോ അച്ഛാ, വയ്യ അച്ഛാ, ഓടി വാ അച്ഛാ, എനിക്ക് വയറുവേദനിക്കുന്നു. അച്ഛാ, അയ്യോ ഒന്ന് വേഗം വാ അച്ഛാ. അയ്യോ മോളെ വീണേ. അയ്യോ ഓടി വരണേ. അയ്യോ അച്ഛാ, ഓടി വരണേ. അയ്യോ എനിക്ക് വയ്യ അച്ഛാ. അച്ഛാ, ഒന്ന് വേഗം വാ അച്ഛാ. ഹരിയേട്ടാ, അയ്യോ വയ്യായേ. അച്ഛാ, ഓടി വരണേ. ഓ, അയ്യോ അയ്യോ അച്ഛാ, അയ്യോ. എന്താ മോളെ? എന്ത് പറ്റി? അച്ഛാ, കുറച്ചു നേരം എനിക്ക് വയറ് വേദനിച്ചിട്ട് വയ്യ അച്ഛാ. അല്ല നീ ഡോക്ടറിന്റെ മരുന്നൊക്കെ മോള് കഴിച്ചായിരുന്നോ? മരുന്നൊക്കെ ഞാൻ കഴിച്ചതാ. ഇപ്പൊ എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഇനി എന്തെങ്കിലും കഴിക്കാനുണ്ടോ? മോള് വിഷമിക്കാതെ, അച്ഛനുണ്ടല്ലോ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കൊണ്ടുവരാം. ഇത് വല്ല ഗ്യാസിന്റെ ആയിരിക്കുള്ളൂ. അത് ഗ്യാസ് ഒന്നും അല്ല അച്ഛാ. എനിക്കെന്തോ കുത്തുന്ന പോലെ എനിക്ക് അങ്ങനെ തോന്നുന്നേ. അയ്യോ എനിക്ക് വയ്യേ. എന്നെ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോ. അല്ല ഡോക്ടറെ അടുത്ത് പോവാന്ന് പറഞ്ഞാ മോളെ ഹരി ഇവിടെ ഇല്ലല്ലോ. ഹരിയേട്ടനെ വിളിക്കച്ചാ. എവിടെന്നെങ്കിലും ഒരു വണ്ടി വിളിച്ചോണ്ട് വരാൻ പറ. അയ്യോ എനിക്ക് വയ്യ അച്ഛാ. അവനാണെന്ന് തോന്നുന്നു. അതെ, ഞാനിപ്പോ നോക്കിട്ട് വരാം. ഓ എനിക്ക് വയ്യേ. അയ്യോ ഹരിയേട്ടനെ ഇവിടെ നിന്ന് നീക്കി നിർത്താൻ തൽക്കാലം ഇത് മതി. ഹരി, വീണയ്ക്ക് ഭയങ്കര വയറുവേദന. അവളോട് കിടന്ന് നിലവിളിക്കുക. നീ ഇങ്ങ് വന്നേ. സുഭാഷേ, ഒരു മിനിറ്റ്. അതൊക്കെ അവിടെ ഇരിക്കും. ഹരിയേട്ടാ, അയ്യോ എനിക്ക് വയ്യേ. അച്ഛ ഒന്ന് ഓടി വാ അച്ഛാ. അയ്യോ അച്ഛാ, അച്ഛ ഓടി വാ അച്ഛാ, എനിക്ക് വയ്യ. അച്ഛ ഓടി വാ. അയ്യോ അയ്യോ അമ്മേ. വീണേ, എന്താ നിനക്ക് പറ്റിയേ? ഹരിയേട്ടാ എനിക്ക് വയ്യ, ഒട്ടും വയ്യ. എന്നെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോ. വീണേ, നീ സത്യം പറ. കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി നീ വേറൊന്നും ചെയ്തില്ലല്ലോ അല്ലേ? ഹരി, ഹരിയേട്ടാ, മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. അയ്യോ എന്നെ ഒന്ന് വിശ്വസിക്കുക ഹരിയേട്ടാ. അമ്മാവാ, പിടിക്ക, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അതൊക്കെ സൂക്ഷിച്ച് പതുക്കെ പതുക്കെ. ഓ വയ്യേ. പതിവ് പോലെ ഇവളെന്തെങ്കിലും പണി ഒപ്പിച്ചതായിരിക്കും. വണ്ടി എടുക്ക്. ഇവിടെ ആശുപത്രി വരെ കൊണ്ടുപോകണം. കേറി മോളെ.
അയ്യോ. സുഭാഷേ, എടാ വണ്ടി ഒന്ന് നിർത്തിക്കേ. ആ ഇത് പറ്റിയടാ. അമ്മാവ, ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. ആ കാശൊക്കെ അതിൻ്റെ അകത്താ. അതൊക്കെ പിന്നെ എടുക്കാം ഹരിയേട്ടാ, നമുക്കിപ്പോ പോവാം. അയ്യോ ഏയ്, കൈ കാശില്ലെങ്കിൽ ഒരു മനസമാധാനം കുറവാ. അമ്മാവനൊരു കാര്യം ചെയ്യും, നമ്മുടെ വാര്യർ ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് വിട്ടോ. ഞാൻ തിരിച്ചു പോയി പൈസ എടുത്തിട്ട് അങ്ങോട്ട് വന്നേക്കാം. വേണ്ട ഹരിയേട്ടാ, അവിടെ നിന്ന് കാണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോരാന്നേ. നിങ്ങളുടെ പുറകെ ഞാനങ്ങ് എത്തിക്കോളാം. സുഭാഷേ, വണ്ടി നിർത്തിക്കടാ. എടാ നമുക്ക് തിരിച്ചു പോയിട്ട് പേഴ്സ് എടുത്തിട്ട് ഒരുമിച്ച് ഇറങ്ങാം. വേണ്ട, ദേ ഇവിടെ വേദന കൊണ്ട് പൊളയല്ലേ. ഓ നിങ്ങൾ വിട്ടോ. ആ എടാ മോനെ, ഇതാ വീടിന്റെ താക്കോല്. ആ, മോനെ ഹരി, നീ പെട്ടെന്ന് വരണേ. നിങ്ങൾ വിട്ടോ, ഞാനങ്ങ് എത്തിക്കോളാം. പോ. ഓ,
ഓരോടാ നിങ്ങൾക്ക് ഓര് പറഞ്ഞിട്ടാ നിങ്ങൾക്ക് എന്റെ പറമ്പിൽ കയറിയതോ? ഞാൻ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നതിനേക്കാ നീയെല്ലാം കൂടെ വെട്ടി നിർത്തിയത്. അത് നിങ്ങളെ കൊണ്ട് ആരാ ചെയ്യിച്ചതെന്ന് പറഞ്ഞില്ലെങ്കിലേ ഇവിടെ ഇട്ട് കൊല്ലും ഞാൻ. ഓരാ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിച്ചത്? പറയാൻ പറയാം 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 സംയുക്ത മേഡം പറഞ്ഞിട്ടാ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു. നിനക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങൾ, പ്രിയപ്പെട്ട മരങ്ങൾ എല്ലാം ഒന്ന് നോക്കി വെക്കാൻ വന്നതാണ്. എന്റെ മടക്കം കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തതയോ. ഇനി ഞാനൊരു വരവ് വരും, ഇവിടെയുള്ള സകലതും പിഴുതെറിയാൻ. നിനക്ക് പ്രിയപ്പെട്ടത് വണ്ടി ഒന്ന് നിർത്തിക്കേ. എന്തു പറ്റി മോളെ? ഇപ്പൊ വേദന തോന്നുന്നില്ല അച്ഛാ, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. അത് വേണ്ട,
എന്തായാലും ഇറങ്ങിയതല്ലേ, നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കാം, എന്നിട്ട് പോയാൽ മതി. അച്ഛൻ പറഞ്ഞ പോലെ ഗ്യാസിന്റെയോ മറ്റാണെന്നാ തോന്നുന്നേ. ഡോക്ടറിന്റെ അടുത്ത് പോയാ അവര് കുറെ മരുന്നുകളൊക്കെ എഴുതും. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാ അച്ഛൻ. ഇനി പിന്നെ പറയുന്നൊന്ന് കേൾക്ക്. എന്തായാലും ഈ അവസ്ഥയിലിരിക്കുമ്പോൾ ഒരു ചെക്കപ്പ് നല്ലതാ. വേണ്ടച്ചാ, എനിക്ക് വീട്ടിൽ പോയിന്ന് കിടന്നാ മതി. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. വണ്ടി തിരിക്കാൻ അച്ഛൻ പറ. എന്താ ഇപ്പൊ ചെയ്യുക? അല്ലെങ്കിൽ ഹരി ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി വേറെ വണ്ടി പിടിച്ച് പോയിട്ടുണ്ടെങ്കിലോ? ഉണ്ടാവില്ല. ഹരിയേട്ടൻ ഈ വഴി വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാലോ. അച്ഛനൊന്ന് വണ്ടി തിരിക്കാൻ പറ. മോനെ, എന്നാ വണ്ടി തിരിച്ച് വീട്ടിലോട്ട് വിട്. ഓരോ തോന്നലിനങ്ങ് ഇറങ്ങും, അത് കഴിയുമ്പോ അങ്ങ് തിരിച്ചു പോകും. സോറി അച്ഛാ, ഒരസുഖമില്ലെങ്കിൽ നമ്മൾ പോകണ്ടല്ലോ. ഹരിയേട്ടനെ കൊണ്ട് വെറുതെ പണം ചെലവഴിപ്പിക്കണ്ടല്ലോ, അതുകൊണ്ടാ. അവിടെ ഇപ്പോ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? സംയുക്ത മാഡം പറഞ്ഞതുപോലെ ഹരിയേട്ടനെ വീട്ടിൽ നിന്ന് മാറ്റാനും പറ്റിയില്ല. എന്തെങ്കിലും